ഞങ്ങളുടെ ഫസ്റ്റ് ബ്രൈഡാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പുറത്തുള്ളതുകൊണ്ട് നമ്മൾ കാണും. കുട്ടിയിലമ്മയും കുറച്ച് മണ്ടത്തിന് കുറച്ച് കൂടുതൽ പോലെയാണ്. കസിൻസ് ആണെങ്കിലും ഞങ്ങൾ ഫ്രണ്ട്സ് പോലെയാണ്. ഒരിക്കലും ഒരു ചേച്ചി എണീറ്റുന്നതോട് അച്ചോട്ടി ഫാമിലിക്ക് വരുന്നതിൽ വളരെ ഒരു സന്തോഷമുണ്ട്. കേക്ക് കട്ടിംഗ് ആണ്. എന്നിട്ട് എല്ലാവരും നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്യാം. അപ്പൊ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. സോ ബ്രൈഡിന്റെയും ഗ്രൂമിന്റെയും പാരന്റ്സിനെയും വിളിക്കുകയാണ്.
എത്രയായി, ഒരു മോർ ദാൻ 10-11 ഇയേഴ്സ് ഒക്കെ ആയിട്ടുണ്ടാവും. ചിക്കുവിന് ഭയങ്കര കണക്റ്റഡാണ് ഞങ്ങൾ രണ്ടുപേരും. എനിക്ക് അനു എങ്ങനെയാണ്, അതായത് എൻ്റെ അനിയത്തി അനു എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ചിക്കും. ഞങ്ങൾ ഭയങ്കര ക്ലോസ്. ഫസ്റ്റ് ഒരു ഫ്രണ്ട്സ് മറ്റേ പൊത്തിക്കളിയും അതൊക്കെ കളിക്കാൻ തുടങ്ങിയ ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് മോർ ദാൻ എ സിസ്റ്റർ എന്ന് പറയും നമ്മൾ. അങ്ങനത്തെ ഒരു ബോണ്ടിലോട്ടാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്. അപ്പം അവളിപ്പോൾ ഒരു കല്യാണം കഴിക്കാൻ പോകുന്നതൊക്കെ പറയുമ്പോൾ എന്താ പറയുക, ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അച്ചു എന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ ഒരു കുറച്ചായിട്ടുള്ള പരിചയപ്പെട്ടു. പക്ഷേ അച്ചുമായിട്ട് നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ചിക്കു അച്ചു ആയാലും ശരി, ഒരു പുറത്തുനിന്ന് വന്ന പോലെയല്ല. പക്ഷേ യൂഷ്വലായിട്ട് നമ്മൾ കുറേ വർഷം പരിചയമുള്ള ഒരാളായിട്ട് മിങ്കിൾ ചെയ്യുന്ന പോലെ അച്ചു ഞങ്ങൾക്ക് സംസാരിക്കുന്നത്. സോ അച്ചു, വെൽക്കം ടു അവർ ഫാമിലി. ഞങ്ങൾ മുംബൈയിലൊക്കെ ഞാൻ കറങ്ങാനൊക്കെ പോകണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കസിനും ഉണ്ടായിരുന്നു. അപ്പം അവർ പറഞ്ഞു ഇവിടെ കണ്ട അറേഞ്ച് മാരേജ് ഒന്നും പറയില്ല, അങ്ങനത്തെ ഒരു ബോണ്ടായിരുന്നു ഇവർ തമ്മിലുണ്ടായിരുന്നു. സോ യു ബോത്ത് ആർ മെയ്ഡ് ഫോർ ഈച്ച് അതർ. സോ ഓൾ ദ വെരി ബെസ്റ്റ് ഹാപ്പി മാരീഡ് ലൈഫ് ഇൻ അഡ്വാൻസ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എല്ലാവരും പണ്ടുള്ള ആൾക്കാർ പറയുന്ന പോലെ ശിവശക്തി പോലെ തന്നെ ശിവനും ശക്തിയുമായിട്ട് ഇപ്പോൾ രണ്ടുപേരും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നന്നായിട്ട് അറിയുന്ന ആളുകളാണ്. അപ്പോൾ കല്യാണം എന്ന് പറയുന്നത് രണ്ട് ആളുകൾ തമ്മിലുള്ള കണക്ഷൻ മാത്രമല്ല, രണ്ട് കുടുംബം തമ്മിലുള്ള ഒരു കണക്ഷൻ കൂടിയാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ വരട്ടെ എന്ന് ഞാൻ അനുഗ്രഹിക്കുന്നു. നിങ്ങളെ നല്ല രീതിയിൽ നല്ല ഒരു കുടുംബ ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് സഹായിക്കട്ടെ. ആയുരാരോഗ്യം നിങ്ങൾക്ക് പേരായിരുന്നില്ല. അശ്വിൻ്റെ ഏട്ടനാണ് ഞാൻ. എൻ്റെ വൈഫ് അശ്വിനിയാണ്. അശ്വിനെ പറ്റി ഞാൻ പറയാമെന്ന് വെച്ചാൽ ഞാൻ വളരെ ഫാമിലി സെൻട്രിക് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. വളരെ അറ്റാച്ച്ഡ് ആണ് ഇമോഷണലി ഫാമിലി ആയിട്ടും. അത് അർച്ചനയും അങ്ങനെ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ഹാപ്പിയായി. അവന് പറ്റിയൊരു പാർട്ട്ണറാണ്. എന്നും അമ്മ എപ്പോഴും പറയും, എന്നും അവൾ വിളിച്ച് വീട്ടിൽ അന്വേഷിക്കും അമ്മയുടെ അച്ഛൻ്റെയും കാര്യങ്ങൾ. അച്ഛൻ്റെ ആബ്സെൻസിൽ അവൻ ഷിപ്പിലായതുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള എല്ലാ ആസ്പെക്ട്സിലും ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. അതുപോലെ ഫാമിലി വലിയൊരു ഫാമിലിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ആണെങ്കിലും കണ്ണനാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും കസിൻസ് ആണെങ്കിലും അതിൽ വളരെ സന്തോഷം. അവനൊരു 7th സ്റ്റാൻഡേർഡ് 6th സ്റ്റാൻഡേർഡിൽ തന്നെ ഞാൻ പുറത്ത് ഹോസ്റ്റലും കോളേജ് പുറമെ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ അവൻ്റെ ഒരു പീരിയഡിൽ ഉണ്ടാവാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം അവൻ എപ്പോഴും പറയുമായിരുന്നു. അതാണെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ ആലോചിക്കുമ്പോൾ വരുന്ന അവനിപ്പോൾ നേരത്തെ വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എനിക്കും സെയിമാണ് പറയാനുള്ളത്. ഐ എം വെരി ഹാപ്പി ഫോർ ബോത്ത് ഓഫ് യു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്കൊരു അനിയത്തിയുണ്ട്. അപ്പോൾ എനിക്ക് വേറൊരു അനിയത്തിയും കൂടി കിട്ടി. സോ ഞങ്ങൾ അപ്പോൾ എനിക്ക് വീണ്ടും അച്ഛനെങ്കിലും ശരിക്കും അവർ രണ്ടുപേരും നല്ല മാച്ചാ. വേണ്ട കറക്റ്റ് ഒരു ഏട്ടനെ വരാം. എനിക്കിപ്പോൾ കുറേ ഏട്ടന്മാരുണ്ട്. യെസ്, താങ്ക് യു. അച്ഛനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഈ രണ്ടുപേരും കുറേ കാലങ്ങളായിട്ട് എൻ്റെ അടുത്തില്ലാതിരിക്കുന്ന കുട്ടികളാണ്. പക്ഷേ രണ്ടാളും അടുത്തുനിന്ന് ഇല്ല എന്നുള്ള ആ ഒരു വിഷമം ഫീൽ ചെയ്യിക്കാത്ത രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് അവരുടെ. അത് തന്നെ ദൈവാനുഗ്രഹം എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ചിക്കുവിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് കുട്ടിക്കാലം മുതലേ അച്ഛനും കുട്ടിയും പറയും അമ്മയ്ക്ക് പെൺകുട്ടികളാണ് ഇഷ്ടം എന്ന്. അതുപോലെ 2 മരുമക്കളും എനിക്ക് 2 പെൺകുട്ടികളെ 4 മക്കളായ ഒരു പ്രതീതി തന്നെയാണ് എൻ്റെ മനസ്സിൽ. പിന്നെ ക്യാരക്ടറൊക്കെ നിങ്ങൾക്ക് നേരിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അച്ഛൻ ഈ പറഞ്ഞ പോലെ കുറച്ച് ഇമോഷണലി കുറച്ച് വീക്കാണ് ആള്. അവൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം 2 ദിവസം മുന്നേ നടന്നു എന്നുള്ളതാണ്. അവനിങ്ങനെ പൊതുവെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവനൊരു ക്യാരക്ടർ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ പറ്റുള്ളതൊന്നും അവനറിയില്ല, അതിൽ മാത്രം ഇരിക്കും. അപ്പം ഞാൻ എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അവൻ എന്തെങ്കിലും ചെയ്യായിരിക്കും. അപ്പോൾ എനിക്ക് അപ്പം ഞാൻ അവനെ ചിത്തറിയുമ്പോൾ അവൻ എന്നോട് പറയുമ്പോൾ അമ്മ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രൊട്ടക്ഷനാണ്. ഇവിടെ ഒരു കള്ളം വരട്ടെ, അപ്പം കാണിച്ചു തരാം ഞാൻ ആരാണെന്ന്. 3 ദിവസം മുന്നേ ഞങ്ങളുടെ വീട്ടിൻ്റെ ബാക്കിലൊരു കള്ളം വന്നു. അവൻ 2 മതിൽ ചാടി കള്ളനെ പിടിച്ചു. സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങളെ, ഇത് വളരെ വളരെ ആത്മബന്ധമുള്ള ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഞങ്ങളുടെ കുട്ടികളുടെ പറഞ്ഞതുപോലെ 2 അർച്ചനയാണെങ്കിലും ഞങ്ങൾക്ക് കുട്ടിയെ പോലത്തെ ആയിക്കഴിഞ്ഞു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞതിന് ശേഷം സ്വന്തം കുട്ടിയെ പോലെ തന്നെയാണ് കുടുംബാംഗങ്ങളും. രാജേന്ദ്രനും രേഖയും ഒക്കെ ഞങ്ങളെ സംബന്ധിച്ച് ഒട്ടും തന്നെ അതിശയോക്തിയില്ല. സ്വന്തം
എന്ന ഒരു ഫീലിംഗ്, ഒരേ ചിന്താഗതി, ഒരേ മനോഭാവം, എല്ലാ തരത്തിലും യാതൊരു തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളുമില്ലാത്ത ഒരു കുടുംബം അതാണ് ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം. കാരണം കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങളെക്കാൾ കൂടുതൽ എന്ന രീതിയിൽ ഇപ്പോൾ നിങ്ങളാണ് അവനെ എല്ലാവരും കണ്ട് താലോലിച്ചും അല്ലെങ്കിൽ ലാളിച്ചുമൊക്കെ പരിചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളവിടെ വരും എന്ന് പോകുന്നു, അത് ആ രീതിയിലായി കഴിഞ്ഞു. അപ്പം അത്രമാത്രം നമുക്ക് എന്താ പറയുക, സ്വന്തം എന്നൊരു ഫീലിംഗ് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം വെച്ചാൽ അറ്റാച്ച്മെൻറ്റ്, അവരുടെ ആ ഒരു മാനസിക ഐക്യം, സന്തോഷം, അത് ഞങ്ങളെ സംബന്ധിച്ച് 10 മടങ്ങ് ഞങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പോൾ അവർക്ക് അർച്ചനയ്ക്കും ശ്രീകാന്തിനും നല്ലൊരു വിവാഹ ജീവിതം നിങ്ങളെല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഫാമിലി ഫ്രണ്ടായ ഡോക്ടർ സംസാരിക്കുന്നു. ഒരു 13 വർഷം മുമ്പ് ഞങ്ങൾ സൂര്യകാന്തൻ വന്നപ്പോൾ ഒരു കൊച്ചു കണ്ട് ഇത്ര പൊക്കം ഉണ്ടാന്ന് തോന്നുന്നു. I've never seen her so happy as when she met Achu. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ എപ്പോഴും ഒരു ചിരിയുണ്ട്. ഷീസ് ഓൾവേസ് ബീൻ ഭയങ്കര പ്ലസന്റ് ഒരു ക്യാരക്ടറാണ്, ഭയങ്കര ഹെൽപ്ഫുള്ളാണ്, എപ്പോൾ റെഡി ടു ഡു എനിത്തിങ് ദാറ്റ് യു ആസ്ക്. ബട്ട് നൗ when we see her ഇങ്ങനെ just year to year ഉള്ള ചിരിയാണ്. I don't know what you have done to. I wish you all a very, very happy, blessed married life. Before you let you go, ഒരു കുസൃതി ചോദ്യമാണ്. ഒരു വെഡിങ്, ഒരു മാരേജ് എന്ന് പറയുന്നത് ഒരു 3 റിംഗ് സർക്കസ്. 3 റിംഗ്സ് എന്താണെന്ന് അറിയാമോ? ആദ്യത്തെ റിംഗ് ആദ്യത്തെ എൻഗേജ്മെന്റ് റിംഗ് ആണ്. രണ്ടാമത്തെ റിംഗ് എന്താണ്? വെഡിങ് റിംഗ് ആണ്. അപ്പൊ മൂന്നാമത്തെ റിംഗോ? പക്ഷെ ഇവർ രണ്ടുപേർ കാണുമ്പോൾ ഒട്ടും നടക്കാൻ പോകുന്ന കാര്യമല്ല. വിഷ് യു ഓൾ ഓഫ് എനിക്ക് അച്ചു ഒരു മരുമകനായിട്ടല്ല, ഒരു മകനായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കൂടി വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നമ്മുടെ ലൈഫിലെല്ലാ നല്ല കാര്യങ്ങളും നടക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, സൂര്യേട്ടൻ്റെ ആവശ്യാനുസരണം ഞാൻ ആദ്യം സൂര്യേട്ടനെ തന്നെ പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതനായിരിക്കും. നമ്മുടെ ചിക്കുവിൻ്റെ അച്ഛനാണ്, എൻ്റെ ഏട്ടനാണ്. ഇനി എൻ്റെ കർത്തവ്യത്തിലേക്ക് വരാം. അപ്പോൾ ഇന്ന് ബ്രൈറ്റ് ടു ബി ആഘോഷിക്കുന്ന നമ്മുടെ അച്ചുവേട്ടനും അതുപോലെ അർച്ചനയ്ക്കും ചിക്കുനും എല്ലാവിധ ഭാവുകങ്ങളും ആശംസിക്കുന്നു. അതുപോലെ അവർ തുടർന്നൊരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ എനിവേ വിഷു അഡ്വാൻസ് ഹാപ്പി മാരേജ് ലൈഫ്. അപ്പോൾ ഫസ്റ്റ് ഗെയിം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു അക്ഷരം പറയും, പിന്നെ ഞാൻ